നിങ്ങളുടെ നിലവിളിയുടെ ശബ്ദത്തെങ്കിൽ അവന് നിശ്ചയമായിട്ട് കരുണ തോന്നും. നിശ്ചയമായി കരുണ തോന്നും. അപ്പൊ ചോദ്യം, നിലവിളിക്കുന്ന എല്ലാരോടും ദൈവം കരുണ തോന്നുമോ? ഇല്ല, ഇല്ല. ഒരു സ്ത്രീ കർത്താവിന്റെ പുറകെ വന്ന് കരുണയ്ക്കായി നിലവിളിക്കുക. എന്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമാ, കരുണ തോന്നണേ. അവൻ കരുണ തോന്നിയില്ല. എന്താണ് കരുണ തോന്നാഞ്ഞേ? എന്താ തോന്നാഞ്ഞ പറയാം. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും. ഇന്ന് നിന്റെ പ്രത്യേകത, നിന്നോട് കരുണ തോന്നണമെന്ന് ദൈവത്തിന് തോന്നി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ എനിക്ക് ആ കരുണയ്ക്കായി നിലവിളിച്ച സ്ത്രീയെ, അവിടെ നിലവിളി എനിക്ക് ബൈബിളിൽ ചൊവ്വ ഇഷ്ടപ്പെട്ടു. നമ്മൾ വല്ലതും ആണേ വേണ്ട സ്വീകരണം തന്നില്ല, പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കുകയല്ല, മിണ്ടുന്നില്ല. സ്തോത്രം. ഇന്നാളി ഒരാള് ഞാൻ വഴി വെച്ച് കണ്ടു, എന്നോട് പറഞ്ഞ് പണ്ട് പ്രാർത്ഥനയ്ക്ക് അവിടെ വന്നുകൊണ്ടിരുന്ന. ഞാൻ ചോദിച്ചു ഇപ്പം എന്നാ വരാത്തെ? അത് ഞാൻ അവിടെ ഓഫീസിൽ ഒരു കുപ്പി വെള്ളം ചോദിച്ചിട്ട് തന്നില്ല. എന്തോ? അപ്പൊ ഞാൻ ചോദിച്ചു പോക്കറ്റിൽ കാശില്ലായിരുന്നു ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചുകൊണ്ട് വരാൻ. ഇനി വെള്ളം കൊടുത്താൽ അവൻ പറയും ജ്യൂസ് കൊടുക്കാൻ ഞാണ്ടാ വരാൻ. ഞാൻ ജ്യൂസ് കൊടുത്താൽ അവൻ പറയും ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ ഞാണ്ടാ വരാൻ. ഞാൻ നമുക്ക് വെള്ളം കിട്ടിയില്ലേലും ജ്യൂസ് കിട്ടിയില്ലേലും ഇവിടെ നിലവിളി തമ്പുരാൻ മൈൻഡ് ചെയ്യുന്നില്ല. അവള് വിട്ടില്ല. യേശു പറഞ്ഞ വാക്കിട്ടോ, മക്കളുടെ അപ്പമെടുത്ത്. നമ്മളാന്നേ അവന്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു കളഞ്ഞേച്ചു പോയി. അങ്ങനെ പോയവരാ ഇപ്പോഴും നേണ്ട തട്ടുമ്പുറത്ത് കയറി ഇരിക്കുന്നു. പക്ഷെ അവള് പറഞ്ഞു ഞാൻ നായ്ക്കുട്ടിയാ സമ്മതിച്ചു, പക്ഷെ എനിക്കും ഉടയവന്റെ മേശ നിവിടുന്ന അപ്പം നുറുക്ക് എന്റെ അവകാശ. പിടികിട്ടിയോ? കരുണ ചോദിച്ചു വന്നവൾ അർഹിക്കുന്നില്ലെങ്കിലും കരുണ പ്രാപിച്ചാ പോയത്.